നടൻ മമ്മൂട്ടി കൈരളിയുടെ ചെയർമാൻ സ്ഥാനം ഒഴിയുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനെ ചൊല്ലി ഇപ്പോൾ CPM-ലും കൈരളിയിലും പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. തനിക്ക് രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ജോൺ ബ്രിട്ടാസ് ചതിയിലൂടെ ആ സ്ഥാനം തട്ടിയെടുത്തത് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മമ്മൂട്ടി കൈരളിയുടെ ചെയർമാൻ സ്ഥാനം ഒഴിയുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ചാനലായ കൈരളിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂട്ടി എന്ന കാര്യം കൂടെ നമ്മൾ വിസ്മരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. കൈരളി ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും മമ്മൂട്ടിയുടെ ഉറ്റ സുഹൃത്തും കൂടിയായ ജോൺ ബ്രിട്ടാസ് കൊടും ചതിയാണ് ചെയ്തിരിക്കുന്നത്. അധികാരമോഹം തലയ്ക്ക് പിടിച്ചുകൊണ്ട് മമ്മൂട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്ന രാജ്യസഭാ സീറ്റ് ബ്രിട്ടാസ് വലയിലാക്കുകയായിരുന്നു. ആദ്യമൊന്നും മമ്മൂട്ടി ഇത് വലിയ വിഷയമായി എടുത്തിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ പുറം ലോകം അറിഞ്ഞതിന് പിന്നാലെ തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ബ്രിട്ടാസിന്റെ അധികാരമോഹവും സ്വാർത്ഥ ചിന്താഗതിയുമാണ് ഈ ചതിക്ക് പിന്നിൽ. എന്നാൽ മറുഭാഗം ചിന്തിക്കുമ്പോൾ ആരാണ് സ്ഥാനമാനങ്ങൾ മോഹിക്കാത്തത്? മാത്രവുമല്ല, ഇന്നത്തെ കാലത്ത് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് വലിയ പുതുമയുള്ള കാര്യമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് ഇന്ന് സമൂഹത്തിൽ ഒരു നടൻ എന്ന നിലയിൽ ഉപരിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ പൊതുജന സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതെല്ലാം പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിക്കും ഉള്ളിന്റെ ഉള്ളിൽ തനിക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും കൂടുതലായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സ് കീഴടക്കാനും പൊതുപ്രവർത്തനം ചെയ്യുവാനും ആഗ്രഹമുണ്ടാകും. അതിനെയെല്ലാമാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് തടയിട്ടതും. സുരേഷ് ഗോപിക്ക് കിട്ടുന്ന സ്വീകാര്യത തനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. ബ്രിട്ടാസിന്റെ ഈ കൊടും ചതിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി ചാനലായ കൈരളിയുടെ ചെയർമാൻ സ്ഥാനം മമ്മൂട്ടി ഒഴിയുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നത്. എന്തായാലും ഈ അവസരത്തിൽ മമ്മൂട്ടിയുടെ പേരിലുള്ള ഓഹരികൾ പിൻവലിക്കാനുള്ള കടുങ്കൈയൊന്നും അദ്ദേഹം കാണിക്കാതിരുന്നാൽ ചാനലിന് ജീവശ്വാസം നിലനിൽക്കും. അതുകൂടെ ഇവിടെ ഓർത്താൽ നന്നായിരുന്നു. അതേസമയം മമ്മൂട്ടി രാജ്യസഭ MP ആവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും അതില്ലാതാക്കിയത് ചിലരുടെ ഗൂഢാലോചനയാണ് എന്നും ആരോപിച്ച് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് അദ്ദേഹമാണ് വെളിപ്പെടുത്തി രംഗത്ത് വന്നതും. യൂട്യൂബ് ചാനലായ ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയതും. മമ്മൂട്ടിയെ രാജ്യസഭയിൽ എത്തിക്കാൻ പിണറായിക്ക് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ മമ്മൂട്ടി ഈ ഓഫർ സ്വീകരിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല എന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാണിച്ചു. കൈരളി ചാനലിന്റെ ചെയർമാൻ കൂടിയായ നടൻ മമ്മൂട്ടി ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. ചുരുക്കം ചില സൂപ്പർ താരങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു നടൻ മമ്മൂട്ടി. മമ്മൂട്ടി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം തന്നെ നമുക്ക് അറിവുള്ളതാണല്ലോ. മമ്മൂട്ടിയെ രാജ്യസഭ മെമ്പറായി തിരഞ്ഞെടുക്കാൻ പിണറായി വിജയന് ഒരാഗ്രഹമുണ്ടായിരുന്നു. പിണറായിക്ക് മമ്മൂട്ടിയോട് പ്രത്യേക ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വെളിപ്പെടുത്തുന്ന ഇക്കാര്യം ചിലർക്കെങ്കിലും വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല. എന്നാൽ സത്യത്തെ സ്വർണ്ണ പാത്രം കൊണ്ട് മൂടിയാലും ഒരു നാൾ അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യുമെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. മമ്മൂട്ടിയെ രാജ്യസഭ അംഗമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചു. അത് മനസ്സിലാക്കിയ ജോൺ ബ്രിട്ടാസ് ആണ് ചതിയുടെ പ്രയോഗം നടത്തിയിരിക്കുന്നത്. കൈരളി പാർട്ടി ചാനൽ കോട്ടയിലുള്ള രാജ്യസഭാ സീറ്റ് ചെയർമാൻ മമ്മൂട്ടിക്ക് കിട്ടുന്നത് MD ആയ ബ്രിട്ടാസിന് സഹിച്ചില്ല. പിണറായി പങ്കെടുത്ത കൈരളി യോഗത്തിൽ മമ്മൂട്ടിക്കെതിരെ ബ്രിട്ടാസിന്റെ കിങ്കരന്മാർ വിമർശനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇരിയട അവിടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് പിണറായി മമ്മൂട്ടി വിരോധികളെ അടിച്ചിരുത്തി. അതിനുശേഷമായിരുന്നു ബ്രിട്ടാസിന്റെ കൊടും ചതി പ്രയോഗം നടന്നതും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാധ്യമ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടാസിന് ചതി നടത്താൻ സൗകര്യമായിരുന്നു. സർക്കാരിന്റെ ചില നിലപാടുകളിൽ മമ്മൂട്ടിക്ക് വിയോജിപ്പുണ്ട് എന്ന തരത്തിൽ ബ്രിട്ടാസ് അങ്ങനെ ഒരു അവസരം ഒരുക്കിയെടുത്തു. ബ്രിട്ടാസുമായി ഫോണിൽ സംസാരിക്കവേ മമ്മൂട്ടി മനസ്സ് തുറന്ന് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി. സ്പീക്കർ ഫോണിൽ സംഭാഷണം മുഖ്യമന്ത്രിയും കേൾക്കുന്നുണ്ട് എന്ന കാര്യം മമ്മൂട്ടി അറിഞ്ഞില്ല. മമ്മൂട്ടിയുടെ വാക്കുകൾ കേട്ട് ക്ഷുഭിതനായി പിണറായി രാജ്യസഭാ സീറ്റ് വെട്ടി. കൈരളി കോട്ടയിൽ ബ്രിട്ടാസ് രാജ്യസഭയിലും എത്തി. ഉറപ്പിച്ചിരുന്ന രാജ്യസഭാ സീറ്റ് നഷ്ടമായതിനെക്കുറിച്ച് മമ്മൂട്ടി രഹസ്യമായി തന്നെ അന്വേഷിച്ചു. കാരണം അറിഞ്ഞ റിയാസ് അക്കാര്യം മമ്മൂട്ടിയെ അറിയിച്ചു. ഇക്കാര്യം പുറത്തുവിട്ട ആലപ്പി അഷ്റഫ് വൻ വിവാദത്തിനാണിപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. മമ്മൂട്ടി ഫാൻസുകാർ ആലപ്പി അഷ്റഫിന്റെ വീഡിയോയ്ക്ക് കീഴിൽ ബ്രിട്ടാസിന് പൊങ്കാലയിടുകയാണ്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെ വാഴ്ത്തിപ്പാടി ബ്രിട്ടാസ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് ആ സൂപ്പർ സ്റ്റാർ. ഇതുപോലൊരാളെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്നാണ് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കവേ MPയും ജേർണലിസ്റ്റുമായ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം സ്വയം അഡാപ്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്.
ഏതൊരു കാര്യത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും ഇപ്പോഴത്തെ മമ്മൂട്ടി ഒരു വിദ്യാർത്ഥിയാണ് എന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തിരുന്നു. മമ്മൂട്ടിയുടെ കയ്യിൽ ഒരു ഉപകരണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നും അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ആളാണ് എന്നും ബ്രിട്ടാസ് പറഞ്ഞിരുന്നു. മമ്മൂട്ടി നിരന്തരം വിദ്യാർത്ഥിയാണ് എന്നും ആ സ്വഭാവമാണ് സിനിമയിലും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ മമ്മൂട്ടിയെ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ജോൺ ബ്രിട്ടാസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അഡാപ്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹമെന്നും ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹമെന്നും ഇതുപോലൊരു വിദ്യാർത്ഥിയെ ഞാൻ കണ്ടിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരികയും അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമെന്നും നിരന്തരം വിദ്യാർത്ഥിയായാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ നിരന്തര വിദ്യാർത്ഥി എന്ന അദ്ദേഹത്തിന്റെ സ്വഭാവ തലമാണ് ഒരുപക്ഷെ സിനിമയിലും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.